Dear friends, I am MA Rashid, consultant psychologist. ഇന്ന് നമ്മൾ പ്രവർത്തിച്ചാൽ നാളെ നമുക്ക് വിജയമുണ്ടാകും. ഇന്ന് പറയാൻ പോകുന്നത് ആക്ട് നൗ ഷേപ്പ് ടുമോറോ. നാം ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. എന്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന നമ്മൾ പല കരിയറിലുണ്ടാകാം, പല ജോലിയിലുണ്ടാകാം, പല രംഗത്തും എത്താത്ത ആളുകളുണ്ടാകാം. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഈ അവസ്ഥ എന്നുള്ളത് നമ്മൾ മുമ്പ് പ്രവർത്തിച്ചതിൻ്റെ ഇന്നലകളിലെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നന്നായി അധ്വാനിച്ച് പ്രവർത്തിച്ച ആളുകൾക്ക് അവരുദ്ദേശിച്ച ആ സ്ഥാനത്തെത്താൻ കഴിഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ പിന്നീട് ചില ആളുകൾക്ക് അതിനോട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പല ത്രെഡ്സും അതേപോലെ അവരുടെ വീക്ക്നെസ്സും ഒക്കെ ചിലപ്പോൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മഹാത്മജി, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹം പറഞ്ഞു, യുവർ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് യു ഡു ടുഡേ. നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് തന്നെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ശരിക്കും പറയാൻ പറ്റും, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മുമ്പ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന പല ഗോളുകളും കുറച്ച് ശക്തമായി ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റിൽ ഒരു പ്രശ്നം ഉണ്ടാവും, അത് എനിക്ക് കഴിയോ എന്നുള്ള തരത്തിലുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഓവർകം ചെയ്തുകൊണ്ട് നമുക്കതിന് കഴിയും, ഐ ക്യാൻ എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ നമുക്ക് വിജയിക്കാൻ പറ്റും. നമ്മൾ ഈ അവസ്ഥ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ഇതിന് പറയാറുള്ളത് SWOT അനാലിസിസ് എന്നാണ്. SWOT. സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. അത് നമ്മളെ ജീവിതത്തിൽ ഒരു ഉയർന്നു നിൽക്കുന്ന കഴിവുകളാണ്. അതുപോലെ നമുക്ക് വീക്ക്നെസ് ഉണ്ടാകാം. വീക്ക്നെസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ആരോടും പോയി അന്വേഷിക്കാനും ചോദിക്കാനൊക്കെ മടിയായിരിക്കും. ചില ആളുകൾക്ക് സ്വന്തം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള മടിയുണ്ടാവും. ചില ആളുകൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സാഹചര്യം മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചു വാങ്ങാനുള്ള മടിയുണ്ടാവും. ചിലര് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. അതിന് പ്രോക്രാസ്റ്റിനേഷൻ എന്നൊക്കെ പറയും. ഇത്തരത്തിൽ ഒരുപാട് കഴിവുകളുണ്ടാവും. ചില മടി ഉണ്ടാവും, ലേസ്നെസ് ഉണ്ടാവും. ഈ വീക്ക്നെസ് ഒക്കെയാണ് നമ്മൾ മറികടക്കണം. പിന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നുണ്ട്, അത് നമ്മൾ കാണണം. നമ്മൾ പറയാറുണ്ട്, ഓപ്പർച്യൂണിറ്റി ഡസൻ നോക്ക് ട്വൈസ്. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് അതിനെ നമ്മൾ കയറി പിടിച്ച് നമ്മൾ അതിലൂടെ കടന്നു പോകണം. അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ താല്പര്യമുള്ള മേഖലകളിലൊക്കെ നമുക്ക് എത്തിപ്പെടാൻ. പക്ഷേ ഇന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, അന്ന് അതിന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ, അന്ന് ഞാൻ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എനിക്ക് വിജയം ഉണ്ടാകുമായിരുന്നു എന്ന്. അതുകൊണ്ട് പിന്നീട് ഒരു കാര്യം നമുക്കുള്ള ത്രെഡ്സ് ആണ്. നമുക്കിതൊക്കെ നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറെ ഭീഷണികൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, ചിലപ്പോൾ നമ്മുടെ നാട്ടുകാർ, ആരാകട്ടെ, ചിലരൊക്കെ പറയും, നിനക്കൊന്നും അതിന് കഴിയില്ല, നീ ഇതൊക്കെ പഠിക്കാനാണ് ഇപ്പോൾ പോണത്, അല്ലെങ്കിൽ നിനക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഈ ത്രെഡ്സ്, പിന്നെ സാമൂഹികമായും സോഷ്യലായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ നമുക്ക് അതിന് പ്രവർത്തിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. പക്ഷെ ഈ ത്രെഡ്സിനൊക്കെ നമുക്ക് നമ്മളെ ഉറച്ച മനസ്സോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിക്കായി, ഉന്നമനത്തിനായി, നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ആക്ട് നൗ ഷേപ്പ് ടുമോറോ. ഇന്ന് പ്രവർത്തിക്കുക, നാളെയെ രൂപപ്പെടുത്തുക. നമ്മുടെ ഭാവി ജീവിതം നന്നായി വരാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളും അതുപോലെ ഏത് മേഖലയിലുള്ള ആളുകളും കരിയറിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ചിലരൊക്കെ എന്തെങ്കിലും ഒരു ജോലിയിൽ എത്തിപ്പെട്ടാൽ അത്രയൊക്കെ മതി, ഇനി എനിക്കതിലൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ആ വിശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുന്നവരായിരിക്കും. പക്ഷേ നമുക്ക് മുന്നോട്ട് പോകാനും ആ കരിയറിൽ കൂടുതൽ മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി പുതിയതിലേക്ക് എത്തിപ്പെടാനൊക്കെ നമ്മുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. ഒന്നുകൂടി പറയാനുള്ളത്, ആക്ട് നൗ ഷേപ്പ് ടുമോറോ. ഇന്ന് നമ്മൾ പ്രവർത്തിച്ചാൽ നാളെ നമ്മുടെ ഭാവിയെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശോഭനമായ ഭാവിക്ക് നമുക്ക് അടിത്തറ പോകാൻ സാധിക്കും. അത് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.